ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലിറ്റി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ രാവിലെ 6:30 മുതൽ പിന്നെ ഉച്ച വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കുഞ്ഞു അടുക്കളയിലെത്തി. അപ്പോൾ ഇന്ന് കടലൊന്നും കറിക്ക് ഇട്ടിട്ടില്ലാണ്. എന്താ കറി വെക്കുക എന്നുള്ള ആലോചന ആയിട്ടാണ്, എന്താ കടി ഉണ്ടാക്കുക എന്നുള്ള ആലോചന, അത് രണ്ടും കൂടി ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങാപ്പാലും പിന്നെ നൂൽപുട്ടും കൂടി ആക്കിയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ എന്നാൽ അതുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും 4 ഏലക്കായ ഇട്ടുകൊണ്ട് അത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇക്കാക്ക് പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്കാക്ക് പിന്നെ അത് കൊടുക്കാമെന്ന് വെച്ചു. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യും കേട്ടോ, തേങ്ങാപ്പാലും നൂൽപുട്ടും. അപ്പോൾ പിന്നെ മക്കൾക്ക് പിന്നെ നല്ല ഇഷ്ടമാണേനും അങ്ങനെ തേങ്ങാപ്പാൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ കിട്ടിയിട്ടോ. ഈ തേങ്ങയിൽ നിന്ന് നല്ല പാല് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പച്ച തേങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടോ. പിന്നെ അത് നൂൽപുട്ടിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അതിനുശേഷം അത് തീ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവണേ. എന്നും ഞാൻ നൂൽപുട്ടൊക്കെ ഞാൻ ഗ്യാസുമ്മലാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും തീ പൊടിപ്പിക്കില്ല, അപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാത്രത്തിൻ്റെ പിന്നെ അടിയിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെണ്ണൂറ് തേച്ച് കൊടുത്തു, കൂടുതൽ പിന്നെ കരിയാവണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ അത് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ അത് തീയെ പിടിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പേപ്പർ മേലാണ് കേട്ടോ എപ്പോഴായാലും പിടിപ്പിക്കാറ്, കാരണം പേപ്പർ പെട്ടെന്ന് കത്തിപ്പിടിക്കില്ല. അതിന് ശേഷം പിന്നെ ഓൾക്കൂടി വെച്ച് കൊടുത്തിട്ട് പിന്നെ വിറക് വെച്ച് കൊടുത്തു. ഇപ്പോൾ പിന്നെ പെട്ടെന്ന് കത്തിപ്പിടിക്കുമല്ലോ, കാരണം വേനൽക്കാലമല്ല. വർഷക്കാലത്ത് പിന്നെ തീയൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ പണിയായിരിക്കും അല്ലേ. അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചപ്പോഴേക്കും ഇതേ നമ്മുടെ നൂൽപുട്ടിനുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതിന് ശേഷം ഇതേ പൊടി ഞാൻ പത്തിരിക്ക് വാട്ടും പോലെ വാട്ടണേ. ഇന്ന് പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഇന്നത്തെ കാര്യം നമ്മുടേത് കട്ട പോകേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് 6:30 ആയിട്ടുണ്ട് കേട്ടോ അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് ഞാൻ അലാറം വെച്ചിട്ടോ. അപ്പോൾ എണീറ്റ് നിസ്കരിച്ച് ഓതാനുള്ളൊക്കെ ഓതി കുറച്ച് സമയം ഒന്ന് കിടക്കാമെന്ന് വെച്ചോ. ഇന്ന് നമ്മൾ ഷിബിലിമോനക്കും ഫിനുമോൾക്കും മദ്രസയില്ല, ഇക്കാക്ക് പണിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഒന്നുകൂടി കിടക്കാമെന്ന് വെച്ചു. പക്ഷേ അത് എനിക്ക് പണി കിട്ടിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എണീറ്റത് 6:30 കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം എൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ദിവസമായിരിക്കും കേട്ടോ. ഇന്ന് എണീക്കാൻ നേരം വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം അന്ന് കട്ട പോകാൻ കേട്ടോ. അങ്ങനെ പിന്നെ നൂൽപുട്ടാക്കിയത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുക്കളയിൽ കുറച്ച് എക്സ്ട്രാ പണിയും കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലി പിന്നെ മഞ്ഞൾ അതുപോലെ തന്നെ അരി ഗോതമ്പ് അതൊക്കെ ഞാൻ ഉണക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഒഴിവുള്ള ദിവസം മില്ലിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഏതായാലും ഇക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മല്ലി വറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ പണിയും കൂടി ഉള്ളൊരു ദിവസമാണ് കേട്ടോ അടുക്കളയിൽ. അങ്ങനെയുള്ള എക്സ്ട്രാ പണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടുക്കള പണി നേരെ പോയി കൂട്ടാം. ഒരാൾ ഒറ്റക്കാണ് അടുക്കള എഴുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരിക, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ. എൻ്റെ പണി എങ്ങനെയായാലും 12 മണിയാകുമ്പോഴേക്ക് കഴിയൂട്ടോ. എനിക്ക് അതിലപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ തോന്നും കേട്ടോ. അങ്ങനെ അത് ഫസ്റ്റ് റൗണ്ടിൽ നൂൽപുട്ട് റെഡി ആയിട്ടാ. നൂലപ്പം അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഇടിയപ്പം എന്നൊക്കെ പറയൂലേ, പല സ്ഥലത്തും പല പേരായിരിക്കുമല്ലേ ഇതിന്. കുട്ടികൾ പുറത്ത് കളിക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. ഞാൻ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് വോയിസ് ഇട്ടു കേട്ടോ. അതിന് ശേഷം ബാക്കി ഇന്നാണ് കേട്ടോ വോയിസ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ല. അപ്പോൾ കുറച്ച് വോയിസ് ഇടുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് നിർത്തിയിട്ട് വീണ്ടും ഇന്നാണ് കേട്ടോ വോയിസ് ഇട്ട് അപ്ലോഡ് ആക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ നിറഞ്ഞിരുന്നു കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അതൊന്ന് പിന്നെ ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഞങ്ങൾക്കുള്ള കടി ആദ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഷിബിലി മോനെ അപ്പോഴേക്ക് വിശന്നിക്കണം ഉമ്മച്ചി ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പ് അവിടെ കിടക്കട്ടെ, അവിടെ കണ്ട് വേവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ, നമ്മൾ ഫിനുമോളും ഉണ്ട് കേട്ടോ കൂടെ കുടിക്കാൻ. അവളിപ്പോൾ നിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടല്ല. അപ്പോൾ പിന്നെ അവൾ ഷർട്ട് ഇട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി. അതിന് ശേഷം പിന്നെ പച്ചരിയും ഗോതമ്പും മല്ലി അതുപോലെ തന്നെ മഞ്ഞളും ഉണ്ടായിരുന്നു കേട്ടോ, കഴുകിയിട്ടിരുന്ന മില്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഏതായാലും അടുപ്പ് ചൂടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ അടുപ്പത്ത് തന്നെ മല്ലി വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ള് നൂൽപുട്ട് ഉണ്ടാക്കലും കഴിഞ്ഞിട്ടോ. ഞങ്ങൾ ചായ കുടിയും കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ചായ കുടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് അവിടെ വെച്ചു. അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആക്കി വന്നപ്പോഴേക്കും ഇത് നമ്മൾ ചെമ്പട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഗോതമ്പ് ആദ്യം ഫുള്ളായിക്കോട്ടെ കേട്ടോ. അതിന് ശേഷം മനസ്സിലായി ഇത് ഫുള്ള് കൊള്ളൂലല്ലോ എന്ന് മനസ്സിലായിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് അതിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 തവണ ആക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് ചെറിയ ഉള്ളി, വലിയ ജീരകവും 2 ചുവന്ന മുളകും അതുപോലെ തന്നെ വേപ്പില, പട്ട, ഗ്രാമ്പു എല്ലാം കൂടി അതിലേക്ക് ഒന്നിട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും ഇക്ക വന്ന് ചായ കുടി തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ ഗോതമ്പ് അടുപ്പത്ത് ഇട്ടുകൊണ്ട് വേറെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യും. ഇത് കരിഞ്ഞു പോകുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇക്ക പിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്ക തന്നെ അത് ഇളക്കാൻ നിന്നു.
ഇങ്ങനെയുള്ളൊക്കെ എക്സ്ട്രാ പണികൾ ഉണ്ടാകുമ്പോൾ എന്താണെന്നാ നമുക്ക് ഒരാളും കൂടി ഉണ്ടെന്നില്ല അതൊരു സമാധാനമാണല്ലേ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ മല്ലി വറക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടിലേയും കൂടി ഇടാണ്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ മല്ലി വറക്കൽ അത് കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ റൗണ്ട് ആയപ്പോഴേക്കും പിന്നെ ഇക്കാക്ക് പള്ളിയിൽ നിന്ന് ഒരു കോള് വന്നിട്ട് നമ്മൾ അടുത്തുള്ള അവിടേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇക്ക പോയിട്ടാ. അപ്പോൾ പിന്നെ പണി എനിക്ക് തന്നെ ഇട്ട് കിട്ടിയത്. ഞാൻ മല്ലി ഇളക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇക്ക സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഉപ്പൊക്കെ തീർന്നിരുന്നു. അപ്പോൾ ഉപ്പാണ് കേട്ടോ കുപ്പികൾക്ക് ആക്കി വെക്കുന്നത്. അപ്പോഴേക്കും സമയം 9:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ. പിന്നെ പെട്ടെന്ന് തീർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കൊണ്ടുപോയാൽ പെട്ടെന്ന് മില്ലിൽ നിന്ന് പൊടിച്ച് കിട്ടും ചെയ്യും. ആ ലെവലിലാട്ടോ രാവിലെ തന്നെ ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ചോറും കൂട്ടാനൊക്കെ വെക്കാമെന്ന് വെച്ചു. അതിനുശേഷം ഫിഷ് മസാലയും തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. മല്ലി വറക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓരോരോ ചെറിയ ചെറിയ പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വടിക്ക് 2 പക്ഷി എന്ന ലെവലിലാണ് കേട്ടോ ഓരോരോ പണികളും ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇന്നിപ്പോൾ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുക നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ക്യാരറ്റും പിന്നെ ചെറുപയറും കൂടി ആദ്യം കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടുകൊണ്ട് വിസിലടിപ്പിക്കാൻ വെക്കാണ് കേട്ടോ. എന്നിട്ട് ചെറുപയർ ചോറ് ആക്കാമെന്ന് വെച്ചു. പിന്നെ പപ്പടം ആക്കാമെന്ന് വെച്ചു കേട്ടോ. ഇവർക്ക് പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എന്ത് കൊടുത്താലും അവർ തിന്നോളൂ കേട്ടോ. പിന്നെ അത് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ചെറുപയർ ചോറും പിന്നെ പപ്പടവും ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇക്ക വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ചിക്കനും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും കൊണ്ടുവന്നില്ല. അപ്പോൾ പിന്നെ അത് കുറച്ചെടുത്തിട്ട് പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ശരിയാക്കുന്നതിൻ്റെ ഇടയിലൂടെ കൈ കഴുകിയിട്ട് വീണ്ടും മല്ലി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഷിബിനി മോനെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ 2 പണി എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അവനക്ക് മനസ്സിലായിട്ട് അവനെ ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനെ കണ്ട നിങ്ങൾ അവൻ്റെ ഷർട്ടിൽ കണ്ടില്ല ചളി രാവിലെ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നല്ലൊരു സംഭവം ഉണ്ടായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറ്റത്തുള്ള മാവുണ്ടല്ലോ, അതിൽ ഒരു 10-20 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അവനോട് അത് കേട് വരികയാണ് പെട്ടെന്ന് എടുക്കണമെന്ന് പറയും കേട്ടോ. അപ്പോൾ അവനും മറക്കും ചെയ്യും, ഞാനും മറക്കും. അങ്ങനെ രാവിലെ 7 മണിക്ക് തന്നെ ഇന്ന് നേരത്തെ മരത്തുമ്മലാണ് കേട്ടോ കയറിയത്. പക്ഷേ അവന് മാങ്ങ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൊമ്പ് പൊട്ടിയിട്ട് അവൻ താഴേക്ക് വീണതാണ് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ സ്ക്രാച്ചൊക്കെ വീണിട്ടുള്ളൂ, തലൊന്നും മുഴച്ചു. എന്നാലും അൽഹംദുലില്ലാ വലിയ മുറിയൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു കേട്ടോ. ഞാനാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയം അകത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ചെന്നപ്പോൾ അവന് വീണിട്ട് എണീറ്റ് നിൽക്കുകയായിരുന്നു. ഞാനും പെട്ടെന്ന് ചെന്നു ഒക്കെ ശരിയാക്കിയിട്ട് അങ്ങനെ മല്ലി വറക്കലൊക്കെ കഴിഞ്ഞിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ മുറത്തിൽ. അങ്ങനെ ഞാൻ ഇക്കയും കൂടി അത് കവറിലാക്കാണ്. ഒന്ന് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം ആക്കാമെന്ന് വെച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വിയർപ്പിറങ്ങി മല്ലി കേടുവരില്ലേ. അങ്ങനെ മല്ലി വറക്കലും എല്ലാം പേക്കാക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇക്കണമെന്നുണ്ടെങ്കിൽ അരിയൊക്കെ ഓരോന്നായിട്ട് കിട്ടണം കേട്ടോ. വണ്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വണ്ടി വന്നു. വണ്ടി നമ്മുടെ അടുത്ത വീട്ടിൽ ഇക്കാൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ 10:30 ആയപ്പോഴേക്കും ചെയ്ത് തീർത്ത് പണികൾ. ബാക്കിയുള്ള അടുക്കള പണികളൊക്കെ അവിടെ കിടക്കുകയാണേ. നമ്മൾ ഷിബിലി മോനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ മാവിൽ വന്ന് വീണ്. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം രാവിലെ പിന്നെ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ അവരെ കൂടെ ഒന്ന് കളിച്ചും ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം TV കാണാനേ. അങ്ങനെ ഇക്ക മില്ലിക്ക് പോയതിന് ശേഷം ഞാൻ ചോറ് വെക്കാൻ കേട്ടോ. ചെറുപയർ ചോറാണ് വെക്കുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും 2 പച്ചമുളകും പിന്നെ 4 വെളുത്തുള്ളിയും കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം ചെറുപയർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയറും ക്യാരറ്റും കൂടി വേവിച്ചപ്പോൾ അതിൽ കുറച്ച് പിന്നെ ഉപ്പിട്ടിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറച്ച് ചോറ് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചെടുത്തിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഹെൽത്തി ചെറുപയർ ചോറ് റെഡിയായി. പിന്നെ അത് ചിക്കന് പൊരിക്കാനുള്ളത് റെഡിയാക്കാൻ കേട്ടോ. അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പിന്നെ ഇത്തിരി സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ചിക്കൻ അതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കന് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്നത് ആദ്യം കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ അത് ബാക്കിയുള്ള ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി റെഡിയാക്കണേ. പിന്നെ അത് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിട്ടോ. പിന്നെ അത് അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ചിക്കന് വിസിലടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചു. അങ്ങനെ ചിക്കനും പൊരിച്ചെടുത്തു. പിന്നെ അത് പപ്പടവും ആയിട്ടോ. പിന്നെ നാളേക്കൊക്കെ ഉള്ള ഉഴുന്നും പിന്നെ പച്ചരിയും കൂടി ഇട്ടിട്ടുണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത്. പിന്നെ അത് നമ്മൾ ചെറുപയർ ചോറ് റെഡി. അതിൻ്റെ മുകളിൽ പിന്നെ നെയ്ച്ചോറിൻ്റെ ഇലട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു ചക്ക കഷ്ണം ഉണ്ടായി. ചക്ക കഷ്ണം എന്തെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മോള് നമ്മൾ ഷിബിലിമോനെ ഒരു സുഖം തരും കേട്ടോ. അമ്മച്ചി അത് പറിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുളി കഴിയുന്നതിൻ്റെ മുമ്പേ ഞാൻ പറിച്ചു വെക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇക്ക പൊടിക്കാനുള്ളതൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഇക്കാക്ക് ചോറ് പെട്ടെന്ന് വേണം. എന്നിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ളത് എടുത്ത് വെച്ചു. അപ്പോഴേക്കും എൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.